വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ ബാദൽ ആൻഡ് മോട്ടി എന്ന പാഠമാണ്. ഇത് ബാദൽ എന്ന ആൺകുട്ടിയുടെയും മോട്ടി എന്ന പട്ടിക്കുഞ്ഞിൻ്റെയും കഥയാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. There was a boy called Badal. He lived with his mother in a village, and they were very happy. One evening, when Badal was returning from school, he saw a puppy shivering in the cold. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം. There was a boy called Badal. There was a boy, ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, called Badal. There was a boy called Badal. ബാദൽ എന്ന് പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. He lived with his mother. He lived with his mother. അവൻ്റെ അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. In a village, ഒരു ഗ്രാമത്തിൽ. And they were very happy. അവർക്ക് വളരെ സന്തോഷമാണ് അവർ ജീവിച്ചത്. അവർക്ക് വളരെ സന്തോഷമായിരുന്നു. They were very happy. അവർക്ക് വളരെ സന്തോഷമായിരുന്നു. One evening, ഒരു വൈകുന്നേരം. When Badal was returning from school, ബാദൽ സ്കൂളിൽ നിന്നും തിരികെ വരുമ്പോൾ, he saw a puppy. അവനൊരു പട്ടിക്കുട്ടിയെ കണ്ടു. Shivering in the cold. തണുപ്പത്ത് വിറച്ചിരിക്കുന്ന കണ്ടത്. Shivering in the cold. തണുപ്പ് കൊണ്ട് വിറച്ചിരിക്കുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ അവൻ കണ്ടു. കണ്ടില്ലേ ആ പടത്തിൽ? ബാദലിൻ്റെ പടം കൊടുത്തിരിക്കുന്നതുണ്ടോ? ഒരു നിക്കറും ഒക്കെ ഇട്ട്, നീല നിക്കറും ഒരുവിധം നീലിയ വെള്ളയ കളർന്ന ഷർട്ടും ഒക്കെ ഇട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പയ്യൻ കണ്ടില്ലേ? കയ്യിൽ സ്കൂൾ ബാഗുണ്ട്. സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ അവൻ പട്ടിക്കുഞ്ഞിനെ കണ്ടു, അതിനെ എടുത്തതാണ്. കണ്ടില്ലേ? ഇന്ന് ബാക്കി നോക്കാവേ. ഇതിൻ്റെ അകത്ത് അർത്ഥം ഏതൊക്കെയാണെന്ന് നോക്കാം, അറിയേണ്ടത്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നർത്ഥം. ഹാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, സന്തോഷമാണ്. റിട്ടേണിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. റിട്ടേൺ, തിരിച്ചു വരിക എന്നൊക്കെയാണ്. ഷിവറിങ് മീൻസ് വിറച്ചുകൊണ്ട്. ഷിവറിങ് ഇൻ ദ കോൾഡ്, തണുപ്പ് കാരണം വിറച്ചുകൊണ്ട്, തണുപ്പത്ത് വിറച്ചുകൊണ്ട് എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് അടുത്ത പേജിലോട്ട് പോയാലോ? ബാദൽ ബ്രോട്ട് ഹിം ഹോം. Can this puppy stay with us, Ma? asked Badal. Yes, beta, but only if you promise to take care of the puppy, said his mother with a smile. Badal and his mother named the puppy Moti. As days went by, Moti grew up and loved Badal. They became best friends. They ate and played together. Moti followed Badal wherever he went. They played their favorite games together. ഇതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ബാദൽ ബ്രോട്ട് ഹിം ഹോം. അവൻ കണ്ട് ആ പട്ടിക്കുഞ്ഞിനെ എടുത്തോണ്ട് വീട്ടിൽ വന്നു. ഹി ബ്രോട്ട് ഹിം ഹോം. അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. ക്യാൻ ദിസ് പപ്പി സ്റ്റേ വിത്ത് us, Ma? ഈ പട്ടിക്കുഞ്ഞ് നമ്മുടെയോടൊപ്പം താമസിച്ചോട്ടെ? അവൻ അമ്മയോട് ചോദിച്ചു. ആസ്ക്ഡ് ബാദൽ. ബാദൽ ചോദിച്ചു. യെസ് ബേട്ട, ആട്ടക്കുട്ടി, ബട്ട് ഓൺലി ഇഫ് യു പ്രോമിസ് ടേക്ക് കെയർ ഓഫ് ദ പപ്പി. എപ്പോഴാണ് താമസിക്കാൻ അനുവദിക്കുന്നത്? ഇഫ് യു പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ദ പപ്പി. പട്ടിക്കുഞ്ഞിനെ നോക്കിക്കൊള്ളാം, അതിനെ സംരക്ഷിച്ചോളാമെന്ന് പ്രോമിസ് ചെയ്താൽ മാത്രം. സഡ് ഹിസ് മദർ വിത്ത് എ സ്മൈൽ. അവരുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി മോട്ടി. ബാദലും അവൻ്റെ അമ്മയും കൂടി ഈ പട്ടിക്കുഞ്ഞിന് മോട്ടി എന്ന് പേര് നൽകി. ദേ നെയിംഡ്, അവരിന് പേര് നൽകിയില്ലേ? ബാദൽ ആൻഡ് ഹിസ് മദർ, ബാദലും അവൻ്റെ അമ്മയും
നെയിം ദ പപ്പി മോട്ടി. പട്ടിക്കുഞ്ഞിന് മോട്ടി എന്ന് പേര് നൽകി. ആസ് ഡേയ്സ് വെൻ ബൈ. ദിവസങ്ങളിങ്ങനെ കടന്നു പോയപ്പോൾ മോട്ടി ഗ്രൂ അപ്പ്. മോട്ടി വളർന്നു. എന്നിട്ടോ ആൻഡ് ലവ്ഡ് ബാദൽ. ബാദലിനെ അവൻ സ്നേഹിക്കുകയും ചെയ്തു. മോട്ടിക്ക് ബാദലിനെ വളരെ ഇഷ്ടമായിരുന്നു. ദേ ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ നല്ല സുഹൃത്തുക്കളായി. ദേ എയ്റ്റ് ആൻഡ് പ്ലേഡ് ടുഗദർ. അവരൊന്നിച്ച് ആഹാരം കഴിച്ചു, ഒരുമിച്ച് കളികളിലൊക്കെ ഏർപ്പെട്ടു. മോട്ടി ഫോളോഡ് ബാദൽ. മോട്ടി എന്ത് ചെയ്തു? ബാദലിൻ്റെ പുറകെ പോകും. മോട്ടി ഫോളോഡ് ബാദൽ. മോട്ടി ബാദലിൻ്റെ പുറകെ നടക്കും. വേർ എവർ ഹീ വെൻറ്റ്. എവിടെയൊക്കെ അവൻ പോയാലും. മോട്ടി ഫോളോഡ് ബാദൽ വേർ എവർ ഹീ വെൻറ്റ്. എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ മോട്ടി പുറകെ പോകും. ദേ പ്ലേഡ് ദെയർ ഫേവററ്റ് ഗെയിംസ് ടുഗദർ. അവരുടെ പ്രിയപ്പെട്ട കളികളൊക്കെ ഒന്നിച്ച് കളിച്ചു. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വാക്കുകൾ നോക്കാം, അർത്ഥം പഠിക്കാനേ. പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസ് വാഗ്ദാനം ചെയ്യുക. വാഗ്ദാനത്തിനാണ് പ്രോമിസ് എന്ന് പറയുന്നത്. ഗ്രൂ അപ്പ് എന്ന് പറഞ്ഞാലോ വളർന്നു. ഫോളോഡ് മീൻസ് പിന്തുടർന്നു. ഫേവററ്റ് മീൻസ് ഇഷ്ടമുള്ള, ഇഷ്ടപ്പെട്ട. ടുഗെദർ മീൻസ് ഒരുമിച്ച്. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. വൺ റെയിനി ഡേ വൈൽ ബാദൽ വാസ് on his way home from school, he slipped on the muddy lane and fell into a deep pit. He tried hard, but could not come out of the pit. Badal's mother was worried when he did not come home in time. Moti too was waiting at the gate. Badal's mother gathered the neighbors to help search for him. Moti too accompanied them. നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ നോക്കാവേ. വൺ റെയിനി ഡേ വൈൽ ബാദൽ വാസ് ഓൺ ഹിസ് വേ ഹോം ഫ്രം സ്കൂൾ. വൺ റെയിനി ഡേ, ഒരു മഴയുള്ള ദിവസം. വൈൽ ബാദൽ വാസ് ഓൺ ഹിസ് വേ ഹോം ഫ്രം സ്കൂൾ. ബാദൽ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്. വൈൽ ബാദൽ വാസ് ഓൺ ഹിസ് വേ ഹോം ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന സമയത്ത്. ഹീ സ്ലിപ്ഡ് ഓൺ ദ മഡി ലെയിൻ. അവൻ എന്ത് ചെയ്തു? ഹീ സ്ലിപ്ഡ്, അവൻ തെന്നി അല്ലേ, അവൻ തെന്നി വീണു. ഓൺ ദ മഡി ലെയിൻ, എവിടെയാ? ചെളി പിടിച്ച ഇടവഴിയിൽ. ലെയിൻ എന്ന് വെച്ചാൽ ഇടവഴി എന്നാണ് അർത്ഥമേ. മഡി ലെയിൻ, ചെളി നിറഞ്ഞ ഇടവഴിയിൽ അവൻ എന്ത് ചെയ്തു? തെന്നി വീണു. ഹീ സ്ലിപ്ഡ് ഓൺ ദ മഡി ലെയിൻ. എന്നിട്ടോ ആൻഡ് ഫെൽ ഇൻ ടു എ ഡീപ്പ് പിറ്റ്. ആഴമുള്ള കുഴിയിലോട്ടങ്ങ് വീണു. കണ്ടില്ലേ അവൻ ആ കുഴിക്കകത്ത് നിൽക്കുന്ന? കണ്ടില്ലേ വീണ ചെഴുന്നിട്ട് നിൽക്കുന്ന? ഹേ ട്രൈഡ് ഹാർഡ്. അവൻ നന്നായിട്ട് പരിശ്രമിച്ചു. എന്തിനാ? കരകയറി പറയാനായിട്ട്. ഹേ ട്രൈഡ് ഹാർഡ് ബട്ട് കുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദ പിറ്റ്. പക്ഷേ കുഴിയിൽ നിന്ന് കരകയറാൻ പറ്റിയോ? പറ്റിയില്ല. ഹി കുഡ് നോട്ട്, അവന് കഴിഞ്ഞില്ല. കുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദ പിറ്റ്. ബാദൽസ് മദർ വാസ് വറീഡ്. ബാദലിൻ്റെ അമ്മയ്ക്ക് ദുഃഖമായി. എപ്പോഴാ? വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. അവൻ കൃത്യമായിട്ട് ആ വീട്ടിൽ ചെല്ലാതിരുന്ന സമയത്ത്. അവൻ വീട്ടിൽ ചെല്ലേണ്ട സമയത്ത് ചെന്നില്ല. അന്നേരമാണ് അവർക്ക് വേദനയുണ്ടായത്, ദുഃഖമുണ്ടായത്. ബാദൽസ് മദർ വാസ് വറീഡ്. അവർക്ക് ദുഃഖമുണ്ടായി. വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. സമയത്ത് വീട്ടിൽ ചെല്ലാതിരുന്നപ്പം. മോട്ടി ടു വാസ് വെയിറ്റിംഗ് അറ്റ് ദി ഗേറ്റ്. മോട്ടിയും ഗേറ്റിങ് വന്ന് കാത്തു നിൽപ്പുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യുക. ബാദൽസ് മദർ ഗാദേർഡ് ദ നെയ്ബേഴ്സ്. ബാദലിൻ്റെ മദർ എന്ത് ചെയ്തു? അയൽക്കാരെ വിളിച്ചു കൂട്ടി. ദ ഗാദേർഡ് ദ നെയ്ബേഴ്സ് ടു ഹെൽപ്പ് സെർച്ച് ഫോർ ഹിം. അവനെ തിരയാൻ വേണ്ടി. ടു ഹെൽപ്പ് സെർച്ച് ഫോർ ഹിം. ഇവനെ തിരയാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു കൂട്ടിയത്. മോട്ടി ടു അക്കമ്പനീഡ് ദം. മോട്ടിയും അവരെ പിന്തുടർന്നു. അക്കമ്പനീഡ് മീൻസ് കൂടെ പോയി. അതിൻ്റെ അർത്ഥം നോക്കാവേ.
സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ തെന്നി വീണു. തെന്നി. സ്ലിപ്ഡ് മീൻസ് തെന്നി. സ്ലിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്നി. കാല് പഴത്തൊലിയൊക്കെ ചോട്ടുമ്പോൾ തെന്നി പോകില്ല എന്ന് പറഞ്ഞതുപോലെ. മഡി ലെയിൻ, ചെളിയുള്ള ഇടവഴി. ലെയിൻ മീൻസ് ഇടവഴി. ഡീപ്പ് പിറ്റ്, ആഴമുള്ള കുഴി. പിറ്റെന്ന് പറഞ്ഞാൽ കുഴിയാണ്. വറീഡ് മീൻസ് ദുഃഖിച്ചു. ഗാദേഡ് മീൻസ് കളക്റ്റഡ്. ഗാദേഡ് ഇവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടി. ഗാദേഡ് മീൻസ് കളക്ട് ചെയ്തു. അക്കമ്പനീഡ് എന്ന് വെച്ചാൽ എന്നാ? കൂട്ടച്ചേർന്നു, അക്കമ്പനി ചെയ്തു. അടുത്ത് വായിക്കാം. മോട്ടി കോട്ട് ബാദൽ സെൻറ്റ്. മോട്ടിക്ക് ബാദലിൻ്റെ മണം പിടുത്തം കിട്ടി. ഹേ ഫോളോഡ് ദ സെൻറ്റ്. അവൻ മണത്തിനെ ഫോളോ ചെയ്തു. ഫോളോ ചെയ്താൽ പിന്തുടരുക. മണം വരുന്ന വഴിക്ക് അവൻ അങ്ങോട്ട് പോയി. അങ്ങനെ മണം വരുന്ന വഴിയിൽ പിന്തുടർന്നു അതിന് പോയി. വെൻറ്റ് നിയർ ദ പിറ്റ്. അവൻ കുഴിയുടെ അടുക്ക ചെന്നു. ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അവിടെ പോയി കിടന്ന് കുരയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്തുണ്ടെന്ന് അവന് മനസ്സിലായി അല്ലേ? അപ്പോൾ അവൻ കുരയ്ക്കാൻ തുടങ്ങി. ദിസ് അലേർട്ടഡ് ദ നെയ്ബേഴ്സ്. ഇത് അയൽക്കാരെ ജാഗരൂകരാക്കി. അലേർട്ട് മീൻസ് അപകടം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നതിനാണ് അലേർട്ടാകുക എന്ന് പറയുന്നത്. ജാഗരൂകരാക്കി എന്നാ പറയുക മലയാളത്തിൽ. ഹൂ വെയർ സെർച്ചിങ് ഫോർ ബാദൽ. അവരാരെയാ ജാഗരൂകരാക്കിയത്? ജാഗരൂകരാക്കിയത് അയൽക്കാരെയാണ് അല്ലേ? തപ്പി കിടക്കുന്നവരെ ആണ് അലേർട്ടാക്കിയത്. ദേ യൂസ്ഡ് എ റോപ്പ്. റോപ്പ് എന്ന് പറഞ്ഞാൽ കയറെന്നാണ്. റോപ്പ്. റിലീവ്ഡ് മീൻസ് ആശ്വസിച്ചു. റിലീവ്ഡ് മീൻസ് ആശ്വസിച്ചു. ഹഗ്ഡ് മീൻസ് ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു എന്നാണ്. ഹഗ്ഡ് മീൻസ് കെട്ടിപ്പിടിച്ചു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.